ഈ കേസിന്റെ അന്വേഷണത്തിൽ ടീമിലുണ്ടായിരുന്ന വനിതാ ASI അടക്കമുള്ള ഷിൻലാൽ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണുള്ളത്. എങ്ങനെയായിരുന്നു ഈ അന്വേഷണത്തിൽ നിങ്ങളുടെ ഒരു നിയോഗം? എന്തൊക്കെ ദൗത്യങ്ങളാണ് നിർവഹിച്ചത്? ഇപ്പോൾ എന്ത് തോന്നുന്നു? ആദ്യം തന്നെ പ്രതിയെ കൊണ്ടുവരുന്ന സമയം തന്നെ പ്രതിയല്ല എന്നുള്ള സമയം തന്നെ ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ. ഈ അന്വേഷണ സംഘത്തിൽ ഒരാൾ അംഗമാകുക എന്നത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം ഇപ്പോൾ തോന്നുന്നു. അന്ന് ഒരുപാട് ആദ്യകാലമായ ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിൻ്റെ മഹസർ എഴുതാനും അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ആദ്യമേ തന്നെ ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. എന്നാലും ഇപ്പോൾ വളരെ അഭിമാനകരമാണ് തോന്നുന്നത്. എപ്പോഴെങ്കിലും ഗ്രീഷ്മയ്ക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നോ ഈ അന്വേഷണ സമയത്തൊക്കെ? ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം സ്വന്തം മോളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിർത്തിയ ഒരാളിൻ്റെ ഒരു അന്വേഷണം നടത്താൻ പറ്റും. വരുമ്പോൾ ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ പോലും ഇത്രയും ഒരു വിശാലമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ നല്ല രീതിയിൽ ഈ കേസിന് ഒരു വിധി വന്നു. വളരെ സന്തോഷം. അൽബിനി CCTV അടക്കം ശേഖരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതെ, CCTV വിഷ്വൽസ് മാത്രമല്ല, 2 സ്ഥലത്തുള്ള CCTV വിഷ്വൽസ് ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ ഷാരോൺ രാജിൻ്റെ മൊബൈൽ ഫോൺ, ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ, അവരുടെ ലാപ്ടോപ്പ്, ബാക്കി 2 പ്രതികളുടെ മൊബൈൽ ഫോൺ, ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ശേഖരിച്ച് ഇതിൽ നിന്ന് ഏകദേശം ഒരു 3 ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമായിരുന്നു. ഇതിൽ FSL നമ്മുടെ സയന്റിഫിക് എക്സ്പെർട്ട് ദീപ മാം നമ്മളോടൊപ്പം നല്ല രീതിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. 3 ലക്ഷത്തോളം ഫയലുകൾ ഉണ്ടായിരുന്നു അല്ലേ പരിശോധിക്കാൻ? ഏറെക്കുറെ, ഒരുപക്ഷെ അതിൽ കൂടുതൽ. 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു 1 മിനിറ്റിൽ 20ഓളം മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മംഗ്ലീഷിൽ മെസ്സേജിൽ അയച്ചു പോകുന്നത്. 2000 മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചു? 2000 മുതലല്ല, 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ. 20 മുതലുള്ള വാട്സപ്പ് ചാറ്റ് എല്ലാം വായിച്ചു. ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടികിട്ടും. മംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ 1-2 തവണ കൂടി വായിക്കേണ്ടി വരും. അതിൽ നിന്നാണ് ഈ ചാറ്റ് മൊത്തം ഏറ്റവും റിലവൻ്റ് ആയിട്ട് വന്നത്. 14 തീയതി മുതൽ 18 തീയതി വരെയുള്ള 2022 ഈ മരണപ്പെട്ട 10-ാം മാസം 14 ഒക്ടോബർ മാസം 14 തീയതി മുതൽ 18 തീയതി വരെയുള്ള ചാറ്റായിരുന്നു. അത് തന്നെ ഏകദേശം ഒരു 20-30ഓളം പേജ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവളുടെ ഒരു മനോഭാവം എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? ഒരിക്കലും ആളിൻ്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോൺ ഡാനിനോട് ചാറ്റ് ചെയ്യുന്നത്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ മനോഭാവമല്ലേ. നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവിളിൻ്റെ ചിന്താഗതിയായിരുന്നു. ആ വാട്സപ്പ് ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് പിടികിട്ടും ഇത് എന്താണ് അവളുടെ ചിന്താഗതി എന്ന് നമുക്ക് പലതവണ സംശയം തോന്നും.